ഒരു വ്യക്തിയുടെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ കാത്തിരിക്കുന്നത് പ്രധാനമായും രണ്ടിടങ്ങളാണ് എന്നാണ് വിശ്വാസം. ജീവിച്ചിരുന്ന സമയത്ത് അയാൾ ചെയ്ത പാപപുണ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങോട്ടാണ് അയാൾ പോകേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടും. ആ രണ്ടിടങ്ങൾ, ഒന്ന് സ്വർഗം, അത് ഭൂമിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. പിന്നൊന്ന് നരകം, അത് ഭൂമിക്ക് അടിയിൽ സ്ഥിതി ചെയ്യുന്നു. സ്വർഗത്തിൽ ചെല്ലുന്നവരെ കാത്തിരിക്കുന്നത് സുഖവും ആത്മീയവുമായ ഒരു ജീവിതമാണ്. എന്നാൽ നരകത്തിൽ അതിൻ്റെ നേരെ വിപരീതവും. സ്വർഗത്തിൻ്റെ തലസ്ഥാന നഗരം എന്ന് അറിയപ്പെടുന്നത് അമരാവതിയെയാണ്. എന്നാൽ പാതാളത്തിൽ സ്വർഗം പോലെ അല്ലെങ്കിൽ സ്വർഗത്തിനേക്കാളും സമ്പൽ സമൃദ്ധമായ ഒരു നഗരം ഉണ്ട് എന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ആ നഗരമാണ് ഭോഗാവതി. ഭോഗാവതിയെപ്പറ്റി കൂടുതൽ അറിയുവാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഈ 14 ലോകങ്ങൾ, ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. ഇതിൽ ഭൂമിക്ക് മുകളിൽ 6 ലോകങ്ങൾ, ഭൂമിക്ക് താഴെ 7 ലോകങ്ങൾ. അതിൽ ഏറ്റവും താഴെ വരുന്ന ലോകമാണ് പാതാള ലോകം അഥവാ നാഗലോകം. ഈ നാഗലോകത്തിൻ്റെ തലസ്ഥാന നഗരം എന്നറിയപ്പെടുന്നത് ഭോഗാവതിയെയാണ്. ഭോഗാവതി ഈ പേര് വരുവാൻ പ്രധാനമായി 2 കാരണങ്ങൾ പറയുന്നു. ഒന്ന്, ഇവിടെ എല്ലാ തരത്തിലുമുള്ള സുഖഭോഗങ്ങൾ ലഭിക്കും, അതായത് സ്വർഗത്തോളം അല്ലെങ്കിൽ സ്വർഗത്തിനേക്കാൾ കൂടുതൽ. അതിനാൽ ഈ പേര് വന്നു എന്ന് ഒരു വാദം. രണ്ടാമത്തെ കാരണമായി പറയുന്നത് ഗംഗാനദി സ്വർഗത്തിലൂടെ ഒഴുകുമ്പോൾ അതിൻ്റെ പേര് മന്ദാകിനി, ഭൂമിയിലൂടെ ഒഴുകുമ്പോൾ അതിൻ്റെ പേര് ഭാഗീരഥി, പാതാള ലോകത്തിലൂടെ ഒഴുകുമ്പോൾ അതിൻ്റെ പേര് ഭോഗാവതി. ഈ നദിയുടെ പേര് ചേർന്നാണ് നഗരത്തിന് ഭോഗാവതി എന്ന് പേര് വരുവാൻ കാരണം എന്ന് മറ്റൊരു വാദം. ഭോഗാവതി സ്വർഗത്തിലെ അമരാവതിക്ക് തുല്യമെന്ന് നാരദ മഹർഷി വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. സ്വർഗത്തിൽ ലഭിക്കുന്ന എല്ലാം ഇവിടെ ലഭിക്കുന്നു. പാതാളത്തിലെ രാജാവ് ആദിശേഷനാണ്. മറ്റു രാജാക്കന്മാർ വാസുകി, പിങ്കളൻ, തക്ഷകൻ, ശംഖപാലൻ, പത്മൻ, മഹാപത്മൻ, കാളിയൻ തുടങ്ങിയവരാണ്. പ്രധാനമായും നാഗലോകത്തിൽ ആരാധിക്കപ്പെടുന്നത് ദേവദേവൻ, മഹാദേവൻ, ത്രിപുരസുന്ദരി, അഗ്നിദേവൻ തുടങ്ങിയവരെയാണ്. നാഗലോകത്തെ 4 മൂലകളിൽ നിന്നും രക്ഷിക്കുന്നവരെ ദിക്പാലകർ എന്ന് വിളിക്കുന്നു. ദിക്പാലകർ ആരെല്ലാം എന്നാൽ ഉത്തർമൻസ, ബിന്ദുസാര, മടക, ഇലപെട്ര. നാഗലോകത്തിൽ വാഴുന്ന നാഗങ്ങൾക്ക് മനുഷ്യരൂപത്തിലും നാഗരൂപത്തിലും പാതി മനുഷ്യനായും പാതി നാഗമായും ഇരിക്കുവാൻ കഴിയും. എന്നാൽ നാഗലോകത്തിൽ ഉള്ള ഒരു പ്രശ്നം എന്തെന്നാൽ സുഖം മാത്രമാകും അവിടെ ലഭിക്കുന്നത്. അതിനാൽ മറ്റു വികാരങ്ങളൊന്നും അറിയുവാൻ കഴിയുകയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കർമ്മബന്ധത്തിൽ നിന്നും രക്ഷപ്പെടുവാനോ മോക്ഷത്തിൽ എത്തിച്ചേരുവാനോ കഴിയുകയില്ല. അതിനാൽ നാഗലോകത്തു നിന്നും ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ നാഗങ്ങൾ വരുന്നു. നാഗലോകത്തിനും ഭൂമിക്കുമിടയിൽ ഒരു രഹസ്യമാർഗമുണ്ട്. ആ മാർഗം സൃഷ്ടിച്ചത് ആദിശേഷൻ ആണ് എന്നാണ് വിശ്വാസം. അത് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലുള്ള പാതാള ഭുവനേശ്വര ക്ഷേത്രത്തിൽ ആണ്. അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. നമുക്ക് നേരിട്ട് നമ്മുടെ ഈ ശരീരം കൊണ്ട് പാതാള ലോകത്തിലേക്ക് പോയി വരുവാൻ കഴിയുകയില്ല. എന്നാൽ തന്ത്രസാധന, യോഗസാധന, നാഗസാധന ചെയ്യുന്ന യോഗികൾക്ക് നാഗലോകത്തെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനം ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.